നമസ്കാരം. ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉൾപ്പെടെ ഷൈനുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകൾ ലഹരിയുമായി ബന്ധമുണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഷൈൻ ടോം ചാക്കോയുടെ ചില ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 2000 മുതൽ 5000 രൂപ വരെയുള്ള ഇടപാടുകളിലാണ് അന്വേഷണ സംഘം സംശയം പ്രകടിപ്പിക്കുന്നത്. സമീപകാലത്ത് ഇത്തരത്തിൽ നടന്ന 14ഓളം പണമിടപാടുകളെ കുറിച്ച് വിശദമായി പരിശോധിക്കാനാണ് പോലീസ് നീക്കം. പലർക്കും കടമായി നൽകിയ പണമെന്നാണ് ഇടപാടുകളെ ഷൈൻ വിശദീകരിക്കുന്നത്. ഇക്കാര്യം പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി ഷൈനിന്റെ ഫോണും മുടിയുടെ സാമ്പിളുകളും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. പോലീസ് പരിശോധനയ്ക്കിടെ ഷൈൻ ഓടി രക്ഷപ്പെട്ട കൊച്ചിയിലെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന താരത്തിന്റെ സഹായിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് അഹമ്മദ് മൂർഷദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിൽ ഷൈൻ വളരെ കാലമായി മെത്താഫെറ്റാമൈനും ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ചതായും ഒരിക്കൽ ഒരു ലഹരി വിമുക്ത പരിപാടിയിൽ പങ്കെടുത്തിരുന്നതും എന്നാൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും വെളിപ്പെടുത്തിയതായി കൊച്ചി സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ KA അബ്ദുൽ സലാം പ്രതികരിച്ചിരുന്നു. 3 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ സാന്നിധ്യത്തിലാണ് നടനെ ചോദ്യം ചെയ്തത്. മെത്താംഫെറ്റാമിൻ മൂക്കിലൂടെ വലിച്ചു കയറ്റുകയാണ് പതിവെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. സെറ്റിൽ ആരെങ്കിലും കഞ്ചാവ് കൊണ്ടുവന്നാൽ ഉപയോഗിക്കാറുണ്ടെന്നും ഷൈൻ മൊഴി നൽകി. ലഹരിക്കായി പണം പലർക്കും നൽകിയിട്ടുണ്ട്, ആർക്കൊക്കെയാണെന്ന് ഓർമ്മയില്ലെന്ന് പിന്നീട് മാറ്റി പറയുന്നു. സൈറ്റുകളിൽ ലഹരി എത്തിച്ചു നൽകാൻ പ്രത്യേകം ഏജന്റുമാരുണ്ടെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഡാൻസ് ഓഫ് സംഘത്തെ കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. വിദേശ മലയാളിയായ യുവതിയെ കാണാനാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. പിതാവ് നിർമ്മിച്ച സിനിമയുമായി ബന്ധപ്പെട്ട ചിലരുമായി സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ പിതാവുമായി സാമ്പത്തിക തർക്കമുള്ളവർ ഉപദ്രവിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഇറങ്ങി ഓടിയതെന്നും ഷൈൻ വ്യക്തമാക്കി. അതേസമയം നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ തെളിവ് കിട്ടിയിട്ടില്ലെന്ന് കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. വിവരശേഖരണത്തിനു ശേഷം ആവശ്യമെങ്കിൽ ഷൈനിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഷൈൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഔദ്യോഗികമായി പറയാറായിട്ടില്ലെന്നും സിനിമാ മേഖലയിലെ മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് ഷൈൻ പറഞ്ഞിട്ടില്ലെന്നും കമ്മീഷണർ പറയുന്നു. സജീർ അടക്കമുള്ള ലഹരി വിൽപ്പനക്കാരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും കൂടുതൽ വകുപ്പുകൾ ചേർക്കുമോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. ലഹരി ഉപയോഗിച്ചെന്ന കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷൈൻ ടോം ചാക്കോയെ ശനിയാഴ്ച തന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. NDPS നിയമത്തിലെ സെഷൻ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാതാപിതാക്കളുടെ ജാമ്യത്തിലാണ് നടനെ വിട്ടയച്ചത്. പുറത്തിറങ്ങിയ ഷൈൻ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ തിരികെ പോവുകയായിരുന്നു. ലഹരി മരുന്നിന്റെ ഉപയോഗം NDPS നിയമത്തിന്റെ വകുപ്പ് 27 പ്രകാരം കുറ്റകരമാണ്. ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുന്നത് കുറ്റമാണെന്ന് സെഷൻ 29 വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നന്ദി.